എന്റെ പൊന്നിച്ചെലെങ്കിൽ ഞാൻ നിനക്ക് ആവശ്യത്തിനുള്ള കെയറിങ് തരുന്നില്ലേ? പിന്നെ ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേട്ടാല് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലേ? എനിക്ക് ഏട്ടന്റെ അത്ര ബുദ്ധി ഇല്ല ഏട്ടാ. ചെലെങ്കിൽ ഞാൻ വലത് വിളിച്ച് എന്റെ പൊന്നാരാ? ഞാനാ. എന്റെ ചക്കുടാരാ? ഞാനാ. എന്റെ മുത്തുക്കുട്ടി ആരേട്ടാ? ഞാൻ തന്നെ. എന്നാലേ നീ നമ്മളെ കാര്യം മുത്തശ്ശിയെടുത്ത് പറയണേ. അയ്യോ അത് വേണ്ട. നിനക്കറിയാതെ എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത കാര്യം. എന്നെ മുത്തശ്ശിയാണ് എടുത്ത് വളർത്തിയത്. അതിനാണെങ്കിൽ 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന് കണ്ണിന് നേരെ കണ്ടൂടാ. കോഴിക്കൂട്ടിൽ താറാവിന്റെ മുട്ട വെച്ചിട്ട് പൂവൻ കോഴിനും പിഴക്കോഴിനും തമ്മിൽ തെറ്റിക്കുക. ഒറ്റമൈനേനെ കണ്ടിട്ട് അയ്യേ ഈ സിംഗിൾ അല്ലേടാന്ന് പറഞ്ഞ് മാനസികമായിട്ട് അതിനെ തളർത്തുക. ഇതൊക്കെ എന്റെ മുത്തശ്ശീന്റെ കലാപരിപാടികൾ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വിക്ക് എന്റെ മുത്തശ്ശി വരുന്നത് പിന്നെ വിളിക്കാം. ബൈ ബൈ. കൃഷ്ണ 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 ഹരേ കൃഷ്ണ. നീ ഇന്നെന്നെ മറന്നോ? ഇന്നെ അങ്ങോട്ട് മറന്നാളാ. കാലനോടൊന്ന് പോയി പറയല്ലോ. ഞാനൊരു 10-50 കൊല്ലം കൂടെ ഇവിടെ. പാട്ടത്താറാവ് ആർക്കട ഇരിക്കാൻ പോവാ? എന്റെ അച്ഛന്. മുത്തശ്ശി ഞാൻ സുരേന്ദ്രൻ വിളിച്ച കല്യാണത്തിന് പോയതാ. എങ്ങനെ വിളിക്കാണ്ട ഞാൻ പോയി. അയ്യോ നല്ലൊരു കല്യാണം നടക്കേണ്ടതായിരുന്നു. ബന്ധുക്കളൊക്കെ തല്ലുകൂടി കസാരയൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഒരു മരണ വീട് കണക്കാക്കി. ഭക്ഷണമൊക്കെ ബാക്കി വന്ന് കിടക്കുക. നല്ല പായസം. കുടുംബത്ത് പിറന്ന ഒരാൾ ആ സമയത്ത് മരണ വീട്ടിൽ നിന്ന് പായസം എടുത്തോണ്ട് വരുമോ? ഒരിക്കലില്ല. 2 ലിറ്റർ പായസം 5 പൊതി ചോറ് ഞാൻ എടുത്തു. എന്റെ പൊന്നു മുത്തശ്ശി, അപ്പൊ അവിടെ ഉള്ള ബാക്കിയുള്ള ഭക്ഷണോ? ബാക്കിയുള്ളതൊക്കെ ഞാൻ സോപ്പ് പൊടി കളിക്കുന്നുണ്ട്. പറമ്പ് നിറയും. അപ്പൊ രമ്യന്റെ കല്യാണം നിങ്ങൾ മുടക്കി. ഓളാളത്ര ശരിയൊന്നല്ല. ഇന്ന് ഓരോരുത്തർ വന്ന് നോക്ക് ഓരോ പൊതി കൊടുത്ത് പോകുന്നുണ്ട്. എന്റെ പൊന്നു മുത്തശ്ശി, അത് ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പാണ്. നിങ്ങൾക്ക് ഈ ആപ്പിനെ പറ്റി എന്ത് കുന്തറിയാ? എനക്ക് ഓളെ കുടുംബത്തിനെ പറ്റി എന്ത് മാങ്ങിയറിയാ? ഓളെ മുത്തച്ഛൻ പണ്ട് തേങ്ങ പെറുക്കാൻ പോയ ആപ്പിലുണ്ടായതാണ് ഓളച്ഛൻ. ഓളച്ഛൻ പണ്ട് അടക്ക പെറുക്കാൻ പോയ ആപ്പിലുണ്ടായതാണ് ഓള്. എന്റെ പറവോള് കേക്കൂ. രാജേട്ടന്റെ മോളെ കല്യാണങ്ങളല്ലേ മുടക്കി? അതൊക്കെ ഓളെ പോക്കുവരവ് അത്ര ശരിയില്ല. എന്തേ? രാവിലെ ഓള് പോകുന്നത് ഒരു കാറിലും വൈകുന്നേരം വേറൊരു കാറിലാ തിരിച്ചു വരിക. അയ്യോ മുത്തശ്ശി, ഓള് ടാക്സി ഡ്രൈവറാ. രാവിലെ മൊത്തം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ വീട് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാ ഓള് വെറുതെ കിടന്ന് മെനക്കെടു കേട്ടോ. എന്താ? ആ വീടൊരു പൊടിക്ക് അനങ്ങിയില്ല. കുടുംബം കൊണ്ടുവന്ന കാര്യാ പറഞ്ഞത്. ഇതേപോലെ ആയിരിക്കും ഗീതേച്ചിന്റെ മോളെ കല്യാണം മുടക്കി. ഇതെന്നെ കല്യാണം മുടക്കിയ ഞാനല്ലേ? കരണ്ട് പോയപ്പോ അതെങ്ങനെയോ ഒന്ന് മുടങ്ങി പോയതാ. തൂങ്ങിക്കിടക്കുന്ന മാല ബൾബ് പഴുത്ത പപ്പായ എന്ന് പറഞ്ഞ് പപ്പായ ഞാൻ ആ പുഷ്പയ്ക്ക് കൊണ്ടേ കൊടുത്തപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയാനാ? അതെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കുക്കർ പൊട്ടിത്തെറിച്ചല്ലേ പുഷ്പേച്ച് പോയത്. പുഷ്പ പോയോ? പുഷ്പ എന്നാലും എന്റെ പുഷ്പ പോയില്ലേ? ഞങ്ങൾ എത്ര കൂട്ടുകാരായിരുന്നു അറിയോ? കൂട്ടുകാരില്ല, കള്ളത്തിയേനോള്. എന്നെ നോമിനി വെച്ച് 5 കുറിയാണ് ആ കള്ളത്തി അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തത്. ആരടക്കിയത്? ആരടക്കും? വെള്ളിനി വെട്ട് നീ വന്ന് നീ അടക്കിയോ? അത് ഞാൻ പോയി അമ്മിണീനെ കറക്കട്ടെ. എന്തിന്? ഞാൻ അത് കറത്തിട്ട് വേണം ഇത് അടയ്ക്കാന്. ഹലോ ഹലോ ചെലങ്ക മുത്തശ്ശി എന്താടോ? അല്ല, നിങ്ങൾ നാടോർ നൃത്തത്തിന് പേരും എടുത്തുണ്ടോ? എനിക്ക് നീന്റെ ഇടയ്ക്ക് അതാ പണി. ഇതമ്മിളി ചാണകം. അതല്ല, ചെലങ്ക വിൽക്കാൻ ആള് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ട കേട്ടല്ലോ. വെള്ളം കുടിക്കാൻ കുപ്പി, തല വെക്കാൻ തൊപ്പി, നീ എന്റെ പൂക്കി. കറി വെക്കാൻ ചട്ടി, ട്രിപ്പ് പോവാൻ ഊട്ടി, നീയാണ് എന്റെ ക്യൂട്ടി. നീ എന്താടി ഈ വേഷത്തില്? അതവിടെ നിക്കട്ടെ. ഇപ്പൊ എന്നെ കാണാൻ രസതന്ത്രത്തിലെ മീരാ ജാസ്മിന്റെ പോലെയല്ലേ ഇരിക്കുന്നേ? ഓളൊന്ന് ഇവിടെ വന്നിരിക്കും. എന്താ? കറക്റ്റ് മീരാ ജാസ്മിൻ ഇങ്ങനെ തന്നെയാ ഇരിക്കുന്നത്. എന്റെ പൊന്നെ, ചോറ് തിന്നു കഴിഞ്ഞാൽ വാ കഴുകണ്ട. എന്താണിത്? അയ്യോ തൊടല്ലേ. പശല്ലാന്നിട്ട് ചോറും പറ്റി വെച്ച് ഒട്ടിച്ചതാ. നിനക്കൊരു പശ വാങ്ങിക്കൂടി. എന്റെ പൊന്ന് ഞാൻ പറയട്ടെ, മഞ്ഞക്കുപ്പി പശ ഞാൻ മേടിച്ചു വെച്ചതാണ്. അടുക്കളയിൽ ഇരുന്ന അമ്മ ഇത് നെയ്യാണെന്ന് പറഞ്ഞിട്ട് അച്ഛന് ദോശയിൽ പുരട്ടി കൊടുത്ത്. എന്നിട്ട് ഞാൻ വരുമ്പോ എന്റെ അച്ഛക്കാമാന്നൊരക്ഷരം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല. അത് നിനക്കൊരു കാരണായി. അതൊക്കെ പോട്ടെ, എന്ത് ഈ വേഷത്തിൽ ഇവിടെ വന്നേന്ന്? എടാ, നിന്റെ മുത്തശ്ശിക്ക് പ്രേമ വിവാഹം ഇഷ്ടല്ല. ഇവിടെ ഞാൻ നിന്നിട്ട് എന്നെ പറ്റി പൊക്കി പൊക്കി പറഞ്ഞിട്ട് നമ്മളെ കല്യാണം നടത്തും. ഓള് എങ്ങനെ മുത്തശ്ശീനോട് സംസാരിക്കുന്നേ? എന്താ എന്റെ ശബ്ദത്തിന് എന്താ കുഴപ്പം? ഓ, ആദ്യം നിന്റെ വായ കിടക്കുന്ന ആ ചീവിടിനെടുത്ത് പുറത്തിട്. നീ മോളെ
രണ്ടെണ്ണം തന്നെ എടുത്തു. ഇത് എന്ത് നടത്താടി ഇത്? പൗരുഷ. ഇത് പൗരുഷല്ല, പോൾട്രി ഫാമിലെ ഫ്ലക്സ് പോലെ ഉണ്ട്. ആ ഒരു സംഭവം നിക്കട്ടോ. അയ്യോ റബ്ബർ പാൽ കുടിച്ച പൂച്ചയോ? അല്ല അല്ല കിട്ടി. ഇത് എങ്ങനെ കൊടുക്കുക? എന്റെ പൊന്നെ, മുണ്ട് മടക്കുത്താൻ അറിയില്ല. ദാ ഇങ്ങനെ എടുത്തിട്ട് ദാ സൂക്ഷിച്ച്. അയ്യോ, മഴയായി കഴിഞ്ഞാ വീട്ടില് പാമ്പ് പാമ്പ് ചൂച്ചൂന്ന് സൂക്ഷിച്ചില്ലടാ നീ. ചാവ്, ചാവ്, ചാവ്. ഓ, എന്റെ 2000 ഹെഡ്സെറ്റ്. ഏതായി പഴുതാരനെ തിന്ന് വന്നേ? എനിക്കൊരു സർപ്രൈസ്. അതിപ്പോ ഈ പറഞ്ഞിട്ട് വേണോ ഒക്കെ അറിയേ? എന്ത്? എനിക്ക് സർപ്പദോഷമുള്ള കാര്യം. മുത്തശ്ശിക്ക് ഒരാളായിട്ട്. സത്യായിട്ടും എന്റെ കേശവേട്ടനെ പിരിഞ്ഞു പോയപ്പോ ഞാൻ അന്നേ വരെ വേറൊരാളെ വിചാരിച്ചില്ല. ഈ കൊണ്ട് തന്നല്ല. അങ്ങനെ എന്നെക്കാളും പ്രായം കുറവാന്നറിയാം. നാലുക്ക് സമ്മത. അതല്ല, ഞങ്ങൾക്ക് ഈ വീട് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ കൊണ്ടുവന്നതാ. പണിക്കാരനാ? മുത്തശ്ശിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു ടെൻഷൻ അടിക്കണ്ട. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വാ. എന്താ? അതിന് ഇന്നെ കാണുമ്പോ എന്തൊക്കെയോ ഒരു ഇളക്കം കിട്ടോ. ഇന്നെ തൊട്ടൊരുമി നിക്കുക. കണ്ടൊരു 40 തോന്നുള്ളെങ്കിലും ഞാൻ നോക്കല്ലേ. എന്റെ പൊന്നു മുത്തശ്ശി, വീട്ടിലൊരു അതിഥി കേറി വന്ന എങ്ങനെയാണോ സ്വീകരിക്കുക? ഇത് പോരാ പോരാ. ഞാൻ തൊഴുത്ത് പോയി ഞാൻ അമ്മണീന്റെ കഴുത്ത് കിടക്കുന്ന മണി എടുത്തിന്റെ അരയെ കെട്ട ഇവന്റെ മുന്നിലെ ക്യാബറത്തുള്ളേ. അതല്ല, ഞാനൊരു സാരി വാങ്ങി തന്നില്ല, പച്ച കളർ നല്ല നെറ്റിന്റെ അടിപൊളി സാരി. അത് സാരി ആയിരുന്നു. ഞാനേ പഞ്ചായത്തിൽ നിന്ന് ഇത്തിരി ചീരത്തായി കിട്ടിയപ്പോഴേ കോഴി ചിക്കാതൊക്കെ അത് വെച്ചാ മറിച്ചത്. ഓ, എന്റെ 4000 സാരി കളഞ്ഞ് നിങ്ങൾക്ക് എന്ത് വാങ്ങി തന്നൊരു കാര്യമില്ല, പണത്തള്ള. എന്നോട് പറയണടാ. എനിക്ക് എന്റെ ഹൃദയം ഞാൻ പൊട്ടിക്കട്ടെ. ാണ് ഹൃദയം. പൊട്ടിക്കട്ടെ. ഉള്ളത് അറിയോ? മോൻ കേക്കണം. നിന്നെയാ? മുത്തശ്ശി പറ. പണ്ട് ഞാൻ കാട്ടില് വിറകെടുക്കാൻ പോവായിരുന്നു. കാട്ടിലെന്തിനാ മുത്തശ്ശി വിറകെടുക്കാൻ പോകുന്നത്? അത് പിന്നെ മോളെ, കാട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നത്തിരി വിറക് എന്ന് പറയൂല, നമ്മള് പോണം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാട്ടില് വിറകെടുക്കാൻ പോവും. അപ്പൊ ഒരു ദിവസം എന്നൊരു കരച്ചില്. പന്നിയാണോ? ഈ കിളുന്ന പന്നീനെ എടുത്ത് മാറ്റി വെക്ക് വിടുന്നു. ഞാൻ കരഞ്ഞതാ. നിന്റെ കരച്ചില്. ഞാൻ നോക്കുമ്പോ ഒരു അരുവീന്റെ നടുവെന്നൊരു കയ്യിന്റെ അറ്റത്തൊരു കുഞ്ഞ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോ 5 വള ഇക്കരത്തിൽ ഒരു 25 പവൻ കാണും. ഒന്നാമത്തെ വളയില് മുത്തിന്റെ ഡിസൈന്. രാജമൗലി പോലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ടാവില്ലടാ. ഇവിടെ ഒരു മോതിരം ഉണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിച്ചെന്ന് കുഞ്ഞിനങ്ങോട്ട് കോരിയെടുത്തതും മറ്റേ പെണ്ണുമ്പുള്ള ടാറ്റയും തന്നു പോയി. അങ്ങനെ ഇത് ഈ നലന്ത് പോലത്തെ സാധനത്തിനെ വളർത്തി ഞാൻ കുമ്പളം പോലെ ആക്കി. എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല മുത്തശ്ശി. ഇവനിടയ്ക്ക് തമന്നനെ കാണാൻ മല കയറി പോവാറുണ്ടോ? ഒരു പണി എന്റെ മോയെ. ബാഹുബലി ഇന്റർവെൽ വരെ കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഇന്നെ ഇവിടെ സിനിമ കാണിക്കാൻ വന്നാണോ അതോ പണിയെടുക്കാൻ വന്നാണോ? സിനിമ കാണിക്കാൻ, പണിയെടുപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് ആ കാണാൻ തെങ്ങുമ്മ കയറിയിട്ട് 5 കരിക്കിട്. മുത്തശ്ശി, ആദ്യം തന്നെ ഭൂമിയിലുള്ള പണി കൊടുക്കതിന്. എന്റെ അച്ഛൻ ജീവിച്ചിരിക്കണ്ടേനെ എന്നൊക്കെ ഇങ്ങനെ കരിക്കിട്ട് തരുന്നു. മലയണ്ണാന്റെ കുഞ്ഞാണല്ലോ. എന്റെ അച്ഛനെ ചോള രാജവംശ താവഴിയിലുള്ളവനായിരുന്നു. എന്താ ഈ താവഴി? മോനെ, അമ്മ വഴിയുള്ള ബന്ധാണ് ഈ താവഴി. അപ്പൊ അച്ഛൻ വഴി? അച്ഛൻ തനി വഴിയാണ്. അങ്ങനെ ഞങ്ങൾ പെരുവഴിയിലായിരുന്നു. ഇങ്ങനെ പോവാണെങ്കിൽ എന്റെ കൂടി പെരുവഴിയിലാവും. എന്റെ കല്യാണത്തിന് ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഡിപ്രഷന് പോകും. ഡിപ്രഷനിൽ പോകുന്നതൊക്കെ കൊള്ളാൻ. വെള്ളത്തിൽ ഇറങ്ങരുത്. വൈകുന്നേരം ഒരു 6 മണിന്റെ മുന്നേ വീട്ടിൽ കയറിയില്ല ഞാൻ വാതില് തുറക്കൂല. മുത്തശ്ശി, ലാല് വന്നല്ലോ. മുത്തശ്ശി, ഇവൻ എങ്ങനെ വെച്ചിരിക്കരുത്. എന്താ വെച്ചിരുന്ന ഇവൻ കയറി അങ്ങ് പഴുക്കുവോ? എന്റെ നാട്ടിൽ നല്ലൊരു കൊച്ചുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കൊച്ചുണ്ടിയാണോ ഫേമസ്? ഇവിടെ എള്ളുണ്ടി ഉണ്ടല്ലോ ഞങ്ങൾക്ക്. ഒന്ന് മാറി. എന്റെ പൊന്നു മുത്തശ്ശി, ഓന്റെ വീട്ടിൽ എനിക്ക് പറ്റും നല്ല കിടുക്കാമണി പെൺകുട്ടി ഉണ്ട്. അവളെ പേര് ചെലങ്ക. ആ നോക്കണ്ട, തുള്ളി അത് പോവും. മുത്തശ്ശി, ഈ ചെലങ്കയ്ക്ക് മണിയുണ്ടോ? വീട്ടിൽ നിന്നാണോ? പൈസ ഉണ്ടോന്നോ? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, പാചകത്തിലോ കേമി. അല്ല, പാചകത്തിന് കേമിന്ന്. അതെങ്ങനെ എനക്കറിയാം? അറിഞ്ഞപ്പോ സത്യം പറയടാ, അതല്ല എന്റെ പഴയ കാമുകി. ഞാൻ എന്റെ ഹൃദയം പൊട്ടിക്കും. പൊട്ടിക്കട്ടെ. വേണ്ട, പറയാ, സത്യം പറ. ചെറുതായിട്ട്. ആണോ? പറ്റൂല. പ്രണയ വിവാഹം ഇവിടെ ഞാൻ നടത്തൂല. നിന്റെ പ്രണയ വിവാഹം നടന്നില്ല, അതുകൊണ്ട് ആരെ പ്രണയ വിവാഹം ഞാൻ നടത്തൂല. രണ്ടാമത് പറഞ്ഞാൽ മീറ്റർ തെറ്റും. ഞാൻ നടത്തൂല എന്ന് പറഞ്ഞ നടത്തൂല. എന്റെ മുത്തശ്ശി, ഞാനും കേശവേട്ടനും പ്രേമത്തിലായിരുന്നു. ഒരു നിസാര കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ തെറ്റി. ഒരു നിസാര കാര്യത്തിന്. ശ്രദ്ധിച്ച് കേൾക്കണം, നിസാരല്ല, നിസാറിന്റെ കാര്യത്തിന്. ഈ കേശവേട്ടൻ ചെമ്മീന് പോവാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനും നിസാർക്കെ കുട്ടിക്കുപ്പായത്തിന് പോയത്. സിനിമയുടെ കുറച്ച് കഴിഞ്ഞിട്ട് കേശവേട്ടന്റെ ഒരു കുട്ടിക്കുപ്പായായിട്ട് ഞങ്ങളടുത്ത് വന്നിരിക്കുന്നു.
ടിക്കറ്റടോ. അങ്ങനെ ആ ടിക്കറ്റിന്റെ ബാക്കിൽ ഒരു എഴുത്തും തന്നു മൂപ്പരങ്ങ് പോയി. എന്താ ഇനി ആ എഴുത്ത്? I didn't expect this. നീ ഇങ്ങോട്ട് വന്നേ. അതെ, നീയും ഞാനും ആയിട്ടുള്ള നീയും ജലങ്കിയായിട്ടുള്ള കല്യാണം നടക്കൂല. എന്താ? ആദ്യം ഈ മുത്തശ്ശീനി കേശവന് പിടിച്ച് കെട്ടിക്ക്, എന്നാലേ നടക്കുള്ളൂ. മുത്തശ്ശി അവിടെ പോയി വിളിയടാ. മുത്തശ്ശി അത് തന്നെയായ